ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. ടൈം കിട്ടിയില്ലേ? ക്യാമ്പില് പ്രസംഗം ഇന്ന് ഞാൻ മഗ്‌രിബിന് പ്രധാന പ്രസംഗം ഒക്കെ നടത്തി. ഓ ഉമ്മ, ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. ഉമ്മക്കൊപ്പൊക്കെ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മക്കൊപ്പൊക്കെ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരയല്ലേ? അതായത് ഈ മോനും ഉമ്മയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പം ഈ വീഡിയോ. അതായത് മോന് ദർസ് പഠിക്കുകയാണ്. നമുക്കറിയാം, ദർസ് പഠിക്കുമ്പം അസർ നമസ്കാരങ്ങൾക്ക് ശേഷം കിട്ടുന്ന ടൈം ഉണ്ടാവുമല്ലോ, മഗ്‌രിബ് വരെ. അതായിരിക്കും മുത്താലിമീങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് തന്റെ ഉമ്മാക്ക് വിളിക്കുന്ന ഒരു കോൾ വീഡിയോ ആണ്. അപ്പുറത്ത് ഉമ്മയാണ്. ഉമ്മാനോട് പറയാണ്, ഉമ്മ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കൊട്ടാരം പണിയുണ്ടെന്ന്. അപ്പൊ വീണ്ടും ഉമ്മ റിപ്പീറ്റ് പറയണം. എന്താ മോനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവാം, പക്ഷെ ഒന്നും കൂടെ ആ മോന്റെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം ഉണ്ടാവുമല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്താ മോനെ പറഞ്ഞ്? അപ്പൊ വീണ്ടും ഉമ്മാനോട് പറയാണ്, ഉമ്മ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ ഉമ്മാന്റെ കരച്ചിലാണ്. ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോയും കൂടെ കാണാം. അപ്പൊ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ്ങും നമ്മൾ സമൂഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു മഹലിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കോയാജി അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടുവല്ലോ. അതായത് ഒരു മഹലില് ഇലക്ഷൻ നടക്കുകയാണ്. എന്തിനാണ് ഇലക്ഷന്? ഒരു മഹലിലെ ഖാളിയായ ഉസ്താദിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. അനുകൂലിക്കുന്ന ആളുകളുണ്ട്, ഉസ്താദിന് പ്രതികൂലിക്കുന്ന ആളുകളുണ്ട്. അത് അനുകൂലിക്കപ്പെടാത്ത ആളുകളും ആ മഹലിലുണ്ട്. അങ്ങനെ ആ മഹലിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. എന്തിനു? ഉസ്താദിനെ അവിടെ നിർത്തണോ, ഉസ്താദിനെ അവിടെ നിർത്തേണ്ടേ എന്ന്. ചിലപ്പം ആ ഉസ്താദ് തെറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം, കറക്റ്റായിട്ട് എനിക്കറിയൂല. എന്നാൽ നമ്മൾ ഈ വീഡിയോ കണ്ടപ്പം ഈ വീഡിയോ ക്യാപ്ഷനൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടു. ഇന്നത്തെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മുസ്ലിംസ്, നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ട്രെൻഡിങ് എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഇപ്പം രണ്ട് വീഡിയോ ആണ്. ഒന്ന് ഈ മോൻ്റെ വീഡിയോ, പിന്നെ ഈ ഒരു വീഡിയോ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത്. അതായത് ഈ ഉസ്താദിന് വേണ്ടിയിട്ട്, ഉസ്താദിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വെക്കുകയാണ്. അങ്ങനെ 242 പേര് ഉസ്താദിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പം 249 പേര് ഉസ്താദിനെ പ്രതികൂലിച്ച് ഉസ്താദ് അവിടെ വേണ്ട എന്നുള്ള രൂപത്തിൽ വോട്ട് ചെയ്തു. അങ്ങനെ 7 വോട്ടിന് ഉസ്താദിനെ അവിടുന്ന് പുറത്താക്കുകയാണ്. ആ ഉസ്താദിന്റെ ഒരു മാനസികാവസ്ഥ അല്ലേ. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ കടന്നിങ്ങനെ കളിക്കുമ്പം അപ്പോൾ ഒരു മഹലിന്റെ ഉസ്താദിനെ നിയമിക്കാൻ വരെ ചിലപ്പം ആ ഉസ്താദ് ഒരു 7 കൊല്ലം അല്ലെങ്കിൽ ഒരു 4 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം അങ്ങനെ. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഉസ്താദൊക്കെ ഏകദേശം 27 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് സേവനം ചെയ്യുന്ന ഉസ്താദാണ് നമ്മളെ ഉസ്താദൊക്കെ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉസ്താദിന് അത്രക്കും, ഉസ്താദ് എന്ത് പറയുന്നു അതിലപ്പുറത്തേക്കില്ല എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾക്ക്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് അത്രക്കും വിശ്വാസമുണ്ട് ഞങ്ങൾ ഉസ്താദിൽ. അപ്പോൾ ഉസ്താദിന്റെ വാക്കുകൾ ഞങ്ങൾ ധിക്കരിക്കാറില്ല. അതിന്റെ ഒരു ബർക്കത്ത് ഞങ്ങളുടെ നാട്ടിനുണ്ട്. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആ ഉസ്താദ് ചിലപ്പം തെറ്റിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ ഉസ്താദിന് അത്രയ്ക്ക് ശത്രുക്കള്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ പെട്ടതെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ കിടന്നിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു വിഷമം തോന്നി. മറ്റെന്താ വെച്ചാൽ ഒരു മോന് തൻ്റെ ഉമ്മാനോടുള്ള ആ ബന്ധം കണ്ടല്ലോ,
എന്തുമാത്രം ബന്ധമാണ്. ആ ഉമ്മക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ ഒരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പം കാണുന്ന സോഷ്യൽ മീഡിയകൾ ഒരുപാട് ഇത് വൈറലാണ്. അതായത് ആ മോൻ്റെ വീഡിയോ വൈറലാണ്. ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് കണ്ടു, ഒരുപാട് ആളുകൾ ഇത് എന്താ പറയുക നെഞ്ചോട് ചേർത്ത് കമൻറ്റ് വായിച്ച് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ട് നമ്മളെ മോനെ ഇതുപോലെ ആക്കണമെന്ന്. എന്തായാലും നമ്മളൊക്കെ മക്കൾ ഇതുപോലെ ആവട്ടെ. പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ളൊരു വീഡിയോ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇലക്ഷൻ ആക്കിയിട്ട് ആ ഉസ്താദുമാരെ മാനസികമായി തളർത്തുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനി കാണാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ അതിങ്ങനെ കണ്ടതുകൊണ്ട് നമ്മളെ ചാനൽ കിട്ടുമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.